എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി സംഖ്യാപുസ്തകം 35 അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. സംഖ്യ 35 9 മുതൽ 12 വരെ. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, നിങ്ങൾ യോർദാൻ കടന്ന് കനാൻ ദേശത്തെത്തിയ ശേഷം ചില പട്ടണങ്ങൾ സങ്കേത നഗരങ്ങളായി വേർതിരിക്കണം. അബദ്ധവശാൽ ഒരുത്തനെ കൊന്നുപോയവൻ അവിടേക്ക് ഓടിപ്പോകണം. കൊല ചെയ്തവൻ സഭയുടെ മുൻപാകെ വിസ്താരത്തിന് നിൽക്കും വരെ അവൻ പ്രതികാരകന്റെ കൈയാൽ മരിക്കാതിരിക്കേണ്ടതിന് അവ സങ്കേത നഗരങ്ങൾ ആയിരിക്കണം. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. പുതിയ പ്രഭാതം ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നു. സംഖ്യാപുസ്തകം 35 അധ്യായം 9 വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിക്കണമെന്ന് മോശ മുഖാന്തരം ദൈവം ഇസ്രായേൽ മക്കളെ അറിയിക്കുകയാണ്. ആലംബം കൊടുക്കാൻ അല്ലെങ്കിൽ അഭയം കൊടുക്കാൻ ഒരു പ്രത്യേക കരുതൽ ഉണ്ടായിരിക്കണം. നിരാലംബതയാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്ന ലോകത്തെ ഏറ്റവും സങ്കടകരമായ ഒരവസ്ഥ. അങ്ങനെയുള്ള കുറേ ജന്മങ്ങളുടെ മധ്യേ ജീവിക്കാൻ ഒരു പക്ഷെങ്കിൽ അത് കാണാനും ഒക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ടാവാം. 60, 70, 80 ഒക്കെ വയസ്സ് ചെന്ന ആളുകളുണ്ട്. അവരുടെയൊക്കെ ഒരു വിലാപം എനിക്കാരുമില്ല എന്നതാണ്. അപ്പോൾ ആരും ആശ്രയമില്ലാത്ത ഒരുപാട് ജീവിതാനുഭവങ്ങളുണ്ട്. മനുഷ്യർക്ക് ഏതെങ്കിലുമൊക്കെ വിധത്തിൽ കരുതൽ നൽകുന്നവരൊക്കെ ഏർപ്പെടുന്നത് ദൈവികമായ കർമ്മങ്ങളിലാണ്. കാരണം വേദപുസ്തകത്തിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമ്മൾ അന്വേഷിച്ചാലും മനുഷ്യനെ കനിവോടെ കരുതുന്ന ദൈവത്തിൻ്റെ മുഖമാണ് കാണുന്നത്. എത്ര കരുതലോടെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് നമുക്കറിയാം. മനുഷ്യന് ജീവിക്കാൻ സാധിക്കുന്ന വിധത്തിലെല്ലാം ക്രമീകരിച്ചതിന് ശേഷം ഒടുവിൽ ഭൂമിയിലേക്ക് അവനെ അയക്കുന്നു അല്ലെങ്കിൽ സൃഷ്ടിക്കുന്നു. ശരിക്കും ഒരു കുഞ്ഞിൻ്റെ ജനനത്തിന് മുൻപ് ആ അമ്മ എടുക്കുന്ന ചില തയ്യാറെടുപ്പുകൾ പോലെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് ബാക്കി എല്ലാ പ്രാപഞ്ചിക സൗകര്യങ്ങളും ഒരുക്കുന്നത്. വിശുദ്ധന് മാത്രമല്ല, പാപിക്കും ഒരു കരുതലുണ്ട്. പുറപ്പാട് യാത്രയിൽ ദൈവം മനുഷ്യന് കാവൽ ആയിരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാൽ, പകല് തണലേകുന്ന മേഘത്തൂൺ, രാത്രി പ്രകാശം നൽകുന്ന അഗ്നിസ്തംഭം. ദൈവം കൂടെ നടക്കുന്നു എന്നതാണ്. പകലും രാത്രിയും അവർക്ക് സഞ്ചരിക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല അത്. മരുഭൂമിയിലെ പൊള്ളുന്ന ചൂടിൽ നിന്നും കടുത്ത തണുപ്പിൽ നിന്നുമുള്ള ഒരു സംരക്ഷണം കൂടിയായിരുന്നു. ജീവിതത്തിൻ്റെ കൊടും വേനലിലും ഇരുട്ടിലും ദൈവം തണലായും പ്രകാശമായും നമ്മെ പൊതിഞ്ഞു നിൽക്കുന്നു എന്നതാണ് ആ സത്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവം പാപിക്കും അഭയമാണ്. സഹോദരൻ്റെ ജീവനെടുത്ത കായേന് നെറ്റിയിലൊരു മുദ്ര ചാർത്തി ദൈവം സംരക്ഷണം ഉറപ്പുവരുത്തുന്നത് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നു. നമ്മുടെ കണ്ണ് നനയിക്കുന്ന വിധത്തിലുള്ള ദൈവത്തിൻ്റെ കരുതലിന് മറ്റൊരു ഉദാഹരണമാണ് ഇന്ന് നമ്മൾ വായിച്ച സംഖ്യാപുസ്തകം 35 അധ്യായം. ഇസ്രായേൽ മക്കൾ കനാൻ ദേശം അവകാശപ്പെടുത്തുമ്പോൾ അവർ നിർമ്മിക്കുന്ന പട്ടണങ്ങളിൽ 6 സങ്കേത നഗരങ്ങളായിരിക്കണമെന്ന് ദൈവം നിർദ്ദേശിക്കുകയാണ്. ഇസ്രായേൽ ജനത്തിലോ അവരുടെ ഇടയിലുള്ള വിദേശികളിലോ തൽക്കാല താമസക്കാരിൽ പെട്ട ആരെങ്കിലും മനഃപൂർവ്വമല്ലാതെ ആരെയെങ്കിലും വധിച്ചാൽ അവന് ഓടി ഒളിക്കാനുള്ള സങ്കേതമായിരിക്കും ഈ 6 പട്ടണങ്ങൾ.
സങ്കേത നഗരങ്ങളായി 3 പട്ടണങ്ങൾ യോർദാൻ ഇക്കരയും 3 പട്ടണങ്ങൾ കനാൻ ദേശത്തും കൊടുക്കണം. ഇസ്രായേൽ മക്കൾക്ക് അവരുടെ നാട്ടിൽ തന്നെയും അല്ലാത്തവർക്ക് യോർദാൻ കര അല്ലെങ്കിൽ യോർദാൻ ഇക്കര കടന്നും അഭയം തേടാം. ദൈവത്തിൻ്റെ ഈ ഒരു കരുതൽ എത്ര മഹത്തരപരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഇണങ്ങിയ മട്ടിൽ ജീവിക്കാത്തവരെ എന്നേക്കും ഹൃദയത്തിൽ നിന്ന് മായ്ച്ചു കളയുന്ന നമ്മുടെ നിലപാടുകളെ ദൈവം എങ്ങനെയായിരിക്കും നേരിടാൻ പോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഒരു സംരക്ഷണം നൽകാൻ, ഒരു കരുതൽ നൽകാൻ, ഒരു തണലാകാൻ, ഒരു സങ്കേതമാകാൻ ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് അതിൽ നിന്നും വ്യതിചലിച്ച് നടക്കാനാവില്ല. അതുകൊണ്ട് മറ്റുള്ളവരോടുള്ള നമ്മുടെ നിലപാടുകളിൽ കനിവോടെ, കരുതലോടെ ജീവിക്കാൻ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് സങ്കേതമായിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. ആ ഒരു വലിയ കരുതൽ മറ്റുള്ളവരോടുള്ള ഇടപാടുകളിൽ ഞങ്ങൾക്കും നൽകണമേ. അത് വെച്ച് പുലർത്താനുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാല ജീവിതത്തിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ അവിടുത്തെ കൃപയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. കർത്താവെ, അവരനോടുള്ള ഞങ്ങളുടെ മനോഭാവം ദൈവികമായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുതൽ കൂടെ ഇരിക്കണമേ. യേശു മിശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനവും അനുഗ്രഹവും നാം ഏവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.